ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ റിമാമിസ് ആണ്. മക്കളെ, നമ്മുടെ 6ാം ക്ലാസ്സിലെ നമുക്ക് മെഡീവൽ കേരള എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. മധ്യകാല കേരളം എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട് അല്ലെ. അപ്പൊ അതിൽ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ഭാഗമുണ്ട്. അതിന് ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ആരായിരുന്നു ഈ ചേരന്മാർ എന്നൊക്കെ അറിയപ്പെടുന്നത്, കുലശേഖരൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരായിരുന്നു? അങ്ങനെ ഒരു ചോദ്യം നിങ്ങൾക്ക് വരികയാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ആൻസർ ചെയ്യേണ്ടതുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിയാലോ. വിച്ച് റൂളേഴ്സ് were known as ചേരാസ് ആൻഡ് ചേരന്മാർ? ഓക്കെ, ആരാണ്, ഏത് റൂളേഴ്സ് ആണ്, ഏത് ഭരണാധികാരികളാണ് എന്ത് മക്കളെ? യെസ്, അല്ലെ. ചേരൻ എന്നും ചേരന്മാൻ എന്നും അറിയപ്പെടുന്നത് ഏത് ഭരണാധികാരികളാണ്? ഓക്കെ, നമുക്കറിയാം പെരുമാൾസിനെയാണ് അല്ലെ. പെരുമാൾസിനെയാണ് ചേരനെന്നും ചേരന്മാനെന്നും പിന്നെ കുലശേഖരൻ എന്നൊക്കെ വിളിക്കുന്ന ആരാണ്? യെസ്, പെരുമാൾസിനെയാണ്. അപ്പൊ ആദ്യത്തെ ആൻസർ എന്താണ്? യെസ്, ഇവിടെ പെരുമാൾസ് ചെയ്തല്ലേ. നമുക്ക് പെരുമാൾസ്. ഓക്കെ, മലയാളത്തിലോ നമ്മള് പെരുമാക്കൾ. ഓക്കെ, പെരുമാക്കൾ എന്ന് എഴുതും. ഓക്കെ, ദെൻ അഞ്ചുവണ്ണം ആൻഡ് മണിഗ്രാമം. എന്താണ് അഞ്ചുവണ്ണം മണിഗ്രാമം? എന്താണ് അറിയപ്പെടുന്നത്? അത് രണ്ടും എന്താണ്? നമ്മുടെ മധ്യകാല കേരളത്തിൽ ഉണ്ടായിരുന്ന എന്താണ് ട്രേഡ് ഗ്രൂപ്പ്സുകളാണ് അല്ലെ, കച്ചവട സംഘങ്ങളാണ് എന്ത് അഞ്ചുവണ്ണവും മണിഗ്രാമവും എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ എന്താണ്? ട്രേഡ് ഗ്രൂപ്പ്സ് ആണ് അല്ലെ. ട്രേഡ് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, കച്ചവട സംഘങ്ങളാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ എന്താണ്? യെസ്, ട്രേഡ് ഗ്രൂപ്പ്സ് ആണ് അല്ലെ. അഞ്ചുവണ്ണവും മണിഗ്രാമവും എന്താണ്? ട്രേഡ് ഗ്രൂപ്പ്സ് ആണ്, മറന്നു പോകരുത്. പിന്നെ സി ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് എ നോട്ട് അബൌട്ട് ദി സോഷ്യോ എക്കണോമിക് ഫീച്ചേഴ്സ് ഓഫ് പെരുമാൾസ് അല്ലേ. അതായത് പെരുമാൾസിന്റെ ഭരണകാലത്ത് ഉണ്ടായിരുന്ന എന്താ സാമ്പത്തികവും സാമൂഹികവുമായ സവിശേഷതകൾ എന്തെല്ലാമാണ് എന്നൊരു ചോദ്യം വരും. നിങ്ങളോട് 3 അല്ലെങ്കിൽ 2 ഏതെന്നൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾ അത് പഠിച്ചു വെക്കണം അല്ലെ. അപ്പൊ എന്തൊക്കെയാ നമുക്ക് നോക്കിയാലോ. യെസ്, അഗ്രികൾച്ചർ ഫ്ലോറിഷ് ഇൻ ഏരിയാസ് ക്ലോസ് ടു വാട്ടർ റിസോഴ്സസ് അല്ലെ. അതായത് ജലലഭ്യതയുള്ള പ്രദേശങ്ങൾ എവിടെയാണോ വെള്ളം കാണുന്നത് അല്ലെങ്കിൽ ജലലഭ്യത എവിടെയാണോ ഉള്ളത് അവിടെ എന്താണ് കൃഷി വ്യാപകമായി അല്ലെ. കൃഷി സ്പ്രെഡായി, കൃഷി വ്യാപകമായിരുന്നു. പിന്നെയോ ബ്രാഹ്മിൻസ് എസ്റ്റാബ്ലിഷ്ഡ് എ പവർ ഇൻ അഗ്രികൾച്ചർ വില്ലേജ്. ബ്രാഹ്മിൻസ് എന്താണ്? കാർഷിക ഗ്രാമങ്ങളിൽ ബ്രാഹ്മണർ അധികാരം സ്ഥാപിച്ചു. ഓക്കെ, ദെൻ ടെമ്പിൾസ് ഡെവലപ്ഡ് ആസ് സെന്റേഴ്സ് ഓഫ് പവർ. അമ്പലങ്ങളൊക്കെ എന്താണ്? അധികാര കേന്ദ്രങ്ങളായി മാറിയില്ലേ. പിന്നെയോ യെസ്, ആൾ അടിയാസ് വർ ദ പീപ്പിൾ ഹൂ ടോയിൽ ഇൻ ദ സോയിൽ. ഭൂമിയിൽ നേരിട്ട് അധ്വാനിച്ചവരെ നമ്മൾ ആളടിയാന്മാർ എന്നായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു ചോദ്യം എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കല്ലേ. അപ്പൊ നിങ്ങൾ മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം, മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ ഇതേപോലത്തെ വീഡിയോസ് ആയിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ബൈ.